പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ച് മരിച്ച 4 പേരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയാണ് മൃതദേഹങ്ങൾ പത്തനംതിട്ടയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയത്. നിഖിലിന്റെ സഹോദരിയും ബിജു പി ജോർജിന്റെ സഹോദരിയും വിദേശത്ത് നിന്ന് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി സമയം തീരുമാനിക്കുമെന്ന് അടുത്ത ബന്ധുക്കൾ അറിയിച്ചു. മലശ്ശേരി സ്വദേശികളായ അനു, നിഖിൽ, ബിജു പി ജോർജ്, മത്തായി ഈപ്പൻ എന്നിവരാണ് മരിച്ചത്. കാറിന്റെ ഡോർ തുറന്നപ്പോൾ കണ്ട കാഴ്ച പറയാനാകാത്തതാണെന്ന് രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയെടുത്ത നാട്ടുകാരൻ പറയുന്നു. അനു ഒഴികെ മറ്റു 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. കാറിന്റെ ഡോർ വെട്ടിപ്പൊളിച്ച് അകത്തു നോക്കിയപ്പോൾ അനുവിന് മാത്രമായിരുന്നു ജീവനുണ്ടായിരുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസിൽ കയറ്റിയെങ്കിലും വഴിമധ്യേ മരണത്തിന് കീഴടങ്ങി. ഈ സമയത്ത് അനുവിന്റെ അമ്മ ഫോണിൽ വിളിച്ചിരുന്നു. മോളെ എവിടെയെത്തിയെന്നായിരുന്നു ചോദ്യം. മകളല്ല, അവർക്കൊരു അപകടം പറ്റിയെന്നും പത്തനംതിട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെന്നും താൻ പറഞ്ഞെന്നും നാട്ടുകാരൻ പറയുന്നു. അതേസമയം സംഭവത്തിൽ അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനമോടിച്ചതാണ് അപകട കാരണമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് സ്ഥിരമായി അപകടം നടക്കാറുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു. അപകടം നടക്കുന്നതിന് തൊട്ടുമുൻപ് കാർ പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഞായറാഴ്ച രാവിലെ 4:30 നടന്ന അപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവനാണ് നിരത്തിൽ പൊലിഞ്ഞത്. കഴിഞ്ഞ നവംബർ 30-നായിരുന്നു അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം. 8 വർഷത്തെ പ്രണയത്തിന് ഒടുവിലാണ് ഇരുവരും വിവാഹിതരായത്. മധുവിധു ആഘോഷിക്കാൻ മലേഷ്യയിലേക്ക് പോയി മടങ്ങിയെത്തിയ ഇവരെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ പോയതായിരുന്നു ബിജു ജോർജും മത്തായി ഈപ്പനും. നിഖിലിന്റെ അച്ഛനാണ് മത്തായി ഈപ്പൻ. അനുവിന്റെ പിതാവാണ് ബിജു ജോർജ്. കാനഡയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന നിഖിൽ കഴിഞ്ഞ മാസം 25-നാണ് വിവാഹത്തിനായി നാട്ടിലെത്തിയത്. കാർ അമിത വേഗത്തിൽ വന്നിടിച്ചുവെന്നാണ് തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസിന്റെ ഡ്രൈവർ സതീഷ് പറയുന്നത്. കാർ വരുന്നത് കണ്ട് വേഗം കുറച്ച് വശത്തേക്ക് വാഹനം ഒതുക്കി. പക്ഷേ കാർ ഇടിച്ചു കയറി. ബസ് സാധാരണ വേഗത്തിൽ മാത്രമായിരുന്നുവെന്നും ഡ്രൈവർ സതീഷ് വ്യക്തമാക്കി. ബസ്സിലുണ്ടായിരുന്നത് ഹൈദരാബാദ് സ്വദേശികളായ 19 തീർത്ഥാടകരാണ്. ഇവർ മറ്റൊരു വാഹനത്തിൽ യാത്ര തുടരുകയാണ്. അനുവിന്റെയും നിഖിലിന്റെയും ദാമ്പത്യം നീണ്ടത് വെറും 15 ദിവസം മാത്രമാണ്. ആയിരം സ്വപ്നങ്ങളുമായി പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച ആ യുവ മിഥുനങ്ങളുടെ ജീവൻ കാർ അപകടത്തിന്റെ രൂപത്തിൽ കടന്നെത്തിയ രംഗബോധമില്ലാത്ത കോമാളിയായ മരണം കവർന്നെടുത്തു. വിവാഹം കഴിഞ്ഞ കാനഡയിലെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപാണ് മധുവിധുവിനായി ഇരുവരും മലേഷ്യയിലേക്ക് പോയത്. മധുവിധു യാത്രയുടെ മധുര സ്മരണകളുമായി നാട്ടിൽ മടങ്ങിയെത്തിയ അവർ വിമാനത്താവളത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരോടൊപ്പം വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകലിൽ പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. വാഹനാപകടത്തിൽ മലശ്ശേരി സ്വദേശികളായ അനുവും നിഖിലും മരിച്ചു. കഴിഞ്ഞ നവംബർ 30-നായിരുന്നു ആഘോഷപൂർവ്വം ഇവരുടെ വിവാഹം നടന്നത്. വീടിന് കഷ്ടിച്ച് 7 കിലോമീറ്റർ അകലെ വെച്ചായിരുന്നു അപകടം. നിഖിലിന്റെ അച്ഛൻ മത്തായി ഈപ്പൻ, അനുവിന്റെ അച്ഛൻ ബിജു പി ജോർജ് എന്നിവരും അപകടത്തിൽ മരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.